പല ആൾക്കാരും ഇതുപോലെയുള്ള പല സംവിധാനത്തിലും പോയി പല രീതിയിൽ പെടുന്നുണ്ട്. പക്ഷേ പോയി പെടുന്നവരാരും ഇതുപോലെ തുറന്ന് പറയാറില്ല. അങ്ങനെ തുറന്ന് പറഞ്ഞ് നമ്മളുടേതായിട്ടുള്ള സവിശേഷതയിൽ നിന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരാരെയും നമ്മൾ കുറ്റം പറയാൻ അവർക്കെതിരെ പോകുക എന്നുള്ള ഭാഗമൊന്നുമില്ല. അവർക്ക് അവരറിഞ്ഞ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ തിരിച്ചറിവ് ആരെയും ഫോളോ ചെയ്യുന്നിടത്തല്ല, ഒരു മെഡിറ്റേഷൻ പദ്ധതിയും നടപ്പിലാക്കുന്നിടത്തല്ല നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ VMC എന്നോ ഇഷ സെൻ്റർ എന്നോ ശ്രീശ്രീയുടെയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇതെല്ലാം ഈ മതം പോലെ തന്നെയാണ്. നമുക്കതൊന്നും വേണ്ട. നമ്മൾ അനുഭവിക്കുന്ന ഭാവം ആരെയും ഫോളോ ചെയ്യരുത്. നമ്മുടെ ജീവിതം നമ്മുടെ ഹൃദയത്തിൻ്റെ സ്പന്ദനത്തിൻ്റെ താളത്തെ അനുഭവിക്കുന്നിടത്തു നിന്നാണ് കൊണ്ടുപോകേണ്ടത്. അവിടെ നിന്ന് മാത്രമേ ശാശ്വതമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഒരുപാട് മാനസിക രോഗികൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെയുള്ള കുറേ സംവിധാനത്തിൽ നിന്ന്. അതിനെ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് രോഗമൊന്നുമില്ലാതെ നമുക്ക് സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഭാവം അറിയുന്നത്.